ഹലോ ഗൈസ്, വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പേര് ആൻ മേരി എന്നാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ മ്യൂണിക്കിൽ ഹൗസ് പുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലേ ക്രാഫ്റ്റിൻ്റെ ഹൗസ് പുള്ളിങ് ഡ്രൈ ആരിക്ക് ഹൗസ് പുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഔപെയറിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഔപെയറായിട്ട് വന്നിട്ട് നമുക്കിപ്പോൾ ഈ ഫാമിലി നമുക്ക് ഒട്ടും പറ്റുന്നില്ല, അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ വേറെ FSC ശരിയാക്കാൻ പറ്റുമോ, ഹൗസ് പുള്ളിങ് ശരിയാക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഔപെയറായിട്ട് വന്നു, നിങ്ങൾക്ക് പറ്റുന്നില്ല, അതായത് ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ചിലപ്പോൾ അവരുടെ ബിഹേവിയർ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അവർ മര്യാദയ്ക്ക് ഫുഡ് തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മെൻ്റലി നിങ്ങൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫാമിലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഒരിക്കലും നമ്മളിവിടെ കടിച്ച് പിടിച്ച് ഒരു വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നാട്ടിൽ പലയിടത്തും ഇപ്പോൾ വർക്കിലായാലും എന്തെങ്കിലും നമ്മൾ സാലറി കിട്ടിയില്ലെങ്കിലും അവിടെ നിൽക്കാം, ലീവിടെ നിൽക്കാം, അങ്ങനെ ഒരിക്കലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ജർമ്മനി നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ വെച്ചിട്ടുണ്ട്. അതായത് വേറൊരു ഫാമിലിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഫാമിലിയെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നത് ഏജൻസി ത്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ഏജൻസീനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയാം, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഈ ഫാമിലി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പറയാം. എന്നിട്ട് അവർ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ തന്നെ ജർമ്മനിയിൽ പല ഏജൻസീസ് ഉണ്ട്, അതായത് ഔപേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരൊരു സർവീസ് ചാർജ് പോലും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ റീസൺ കറക്റ്റ് നിങ്ങൾ പറയണം. അയ്യോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ കറക്റ്റ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഏജൻസിയുടെ അടുത്ത് പറയാം, എനിക്ക് ഇതൊക്കെ കാരണം കൊണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അവർ നിങ്ങൾക്ക് വേറൊരു ഫാമിലീനെ പരിചയപ്പെടുത്തി തരും. ആ ഫാമിലിക്ക് ഓക്കെയാണ്, അവരുടെ അടുത്തും പറയും ഇങ്ങനെ, അതായത് നിങ്ങൾക്കൊരു ഫാമിലിയിൽ വന്നിട്ടുണ്ടായത് പറ്റാത്തതുകൊണ്ടാണ് മാറുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയും. അപ്പോൾ അവർക്കും ഓക്കെയാണ്, നിങ്ങൾ സംസാരിച്ച് ഓക്കെ. പണ്ടത്തെ പോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഫാമിലിയിലേക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫാമിലി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ വീട്ടിൽ പറയാൻ പാടുള്ളൂ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞിട്ട് ലീഗലി പേപ്പേഴ്സൊക്കെ ഒപ്പിടിച്ച് മേടിക്കേണ്ടത്. അതിന് മുന്നേ എല്ലാതും, അതായത് കോൺട്രാക്റ്റോട് ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. വേറെ ഫാമിലി കിട്ടാണ്ട് എവിടെ സ്റ്റേ ചെയ്യും, അങ്ങനെ പലർക്കും പല അബദ്ധവും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഒരു ഫ്രണ്ട്സും ഇല്ല, മലയാളി ഫ്രണ്ട്സ് ആരും ഇല്ല അടുത്ത്, അപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും വേറൊരു ഫാമിലി കണ്ടുപിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ FSC അല്ലെങ്കിൽ ഹൗസ് പുള്ളിങ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് B2 ലെവൽ അല്ലെങ്കിൽ B1 ലെവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. FSCക്ക് സാധാരണ ഇവിടെ പറയുന്നത് A2 ലെവലാണ്. ഇപ്പം നാട്ടിൽ നിന്ന് നേരിട്ട് വരുന്നവരുടെ അടുത്താണ് ഈ B1 ഒക്കെ പറയുന്നത്. അപ്പോൾ A2 ലെവലിൽ ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ എന്താ പറയുക, FSC കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അതായത് സെപ്റ്റംബറിലാണ് ഒഫീഷ്യലി ഇവിടുത്തെ FSC സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഹൗസ് ബിൽഡിംഗ് ആയാലും അങ്ങനെ തന്നെയാണ്. മെയ്യിലല്ല, ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച്, അങ്ങനെ ഒരു സമയത്തും, ഏപ്രിലാണെന്നെങ്കിൽ തോന്നുന്നത്, ഏപ്രിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിലാണ് ഇവിടെ ഹൗസ് ബിൽഡിംഗ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഒരു 5-6 മാസം മുന്നേ അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഫാമിലിനെ തപ്പുക, അവിടെ വെച്ചിട്ട് മാറിയിട്ട് ഫാമിലി കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഫാമിലി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ നിന്നിട്ട് അടുത്ത സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യണം. ഫാമിലീനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. അവരൊരിക്കലും നിങ്ങളെ സഹായിക്കും, അവരെന്നെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ നിൽക്കരുത്. അവരാരും ഹെൽപ്പ് ചെയ്തതൊന്നും വരില്ല, ചിലപ്പോൾ ചെയ്തേക്കാം, എല്ലാവരും അല്ല ഞാൻ പറയണേ. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കരുത്. നമ്മൾ നമ്മുടെ കാര്യം തന്നെ ചിന്തിക്കണം. വേറെ ആരും നമ്മളെ വന്ന് ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് തരാനില്ല. അപ്പോൾ അതായത് FSC ആണെങ്കിൽ FSC അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, കണ്ടുപിടിക്കുക.
അപ്പോൾ ഔപ്പേറിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. FSJയും അതായത് ഹൗസ് പുള്ളിങ്ങും അത് നിങ്ങളുടെ ടൈം അനുസരിച്ചിരിക്കും. അതായത് എങ്ങനെയാണ് കിട്ടാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ FSJക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഉർലോബിലായിരുന്നുണ്ടെങ്കിൽ അവർ മെസ്സേജസ് ഒന്നും നോക്കില്ല. വർക്ക് കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു, അവർക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ ഇമെയിൽസൊന്നും ചെക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്നില്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ നേരിട്ട് വിളിച്ച് ചോദിക്കാം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് അവിടെ FS ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർ പറയും, ചിലപ്പോൾ അവർ പറയും ഞങ്ങൾക്കവിടെ ഇനി സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നില്ല, സെപ്റ്റംബറിലാണ് എടുക്കുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വേഗം നിങ്ങൾക്ക് ഒരു ഹാൻഡ് ബോട്ട് കിട്ടും. അത് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ചേഞ്ച് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവുക. അല്ലാണ്ട് പറ്റുന്നില്ല നേരിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരണേക്കാളും നല്ലത് വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ FSJയോ ഹൗസ് പുള്ളിങ്ങോ അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഇവിടുത്തെ ടൈം അനുസരിച്ചിരിക്കും. അത്രയാണ് എനിക്ക് ഔപ്പേറിൽ പറയാനുള്ളത്. പല ഔപ്പേഴ്സും ഇങ്ങനെ പറ്റാണ്ട് കുറേ പേര് ഇങ്ങനെ എന്ത് ചെയ്യാം എന്നറിയാണ്ട് പറ്റാണ്ട് കുറേ പേര് അനുഭവിക്കുന്നുണ്ട് ഇവിടെ ജർമ്മനിയിൽ. ചിലർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഇല്ലാത്തവർക്കാണ് ഈ പറയുന്നത്. ഇനിയിപ്പോൾ ഔപ്പേറായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് FSJനെ കുറിച്ചായിരിക്കും. FSJ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, ജർമ്മനീനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും. FSJ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യൽ വർക്കാണ്. അത് നമ്മൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അതായത് ഏത് കരിയർ സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. അതിന് വേണ്ടിയിട്ട് ജർമ്മനി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് FSJ. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താനായിട്ട് പറ്റും. അതിനോടൊപ്പം ഒരു ചെറിയൊരു സാലറിയാണ്, വലിയ സാലറി ഒന്നുമല്ല, ഒരു പോക്കറ്റ് മണി പോലെ തന്നെയാണ് അതുള്ളൂ, അത് തരും. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് FSJ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുവരയ്ക്കും ബൈ, ചീസ്.